ഹലോ അൽബേ കിച്ചണിന്ന് നിസാറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 600 കിലോ പോത്ത് വരട്ടിയത്, അതായത് കറി നമ്മളെ പള്ളിക്കത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് അതിക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇടുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, സാധനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നല്ല അടിപൊളി പള്ളിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിക്ക് വേണ്ടത് ഉള്ളി വേണം, അതുപോലെ തന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി അരച്ചതാണ്, പിന്നെ ചപ്പ്, കറിവേപ്പില, പിന്നെ പൊടികളായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉലുവ, ജീരകം, ഏലം, പട്ട, പൂവ്, പിന്നെ നമ്മൾ അതിക്ക് ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ ബീഫ് വരട്ടാനുള്ള ഇറച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ 600 കിലോ ഇറച്ചിയുണ്ട്. 600 കിലോ ഇറച്ചിയാണ്. അപ്പോൾ കഴുകാനും വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി ഉള്ളിയൊക്കെ ഒരു തലക്കുന്ന വെട്ടി, അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെട്ടി. അപ്പോൾ നമ്മളിവിടെ 5 ചെമ്പാക്കിയിട്ടാണ് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ചെമ്പക്കും കണക്കാക്കിയിട്ടുള്ള ഇറച്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഉലുവ, അതുപോലെ തന്നെ ഉള്ളി വെട്ടിയത്, ജീരകം, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട പച്ചമുളക് നമ്മൾ അങ്ങനെ തന്നെ ഇടുകയാണ്. അപ്പോൾ ഇറച്ചി വേകുമ്പോൾ എങ്ങനെയായാലും വെന്ത് അടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേണ്ട പച്ചമുളകൊക്കെ വെന്ത് വരും. അപ്പോൾ നമ്മൾ ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ മീറ്റ് മസാലയാണ് നമ്മളതിൽ കൊടുക്കുന്നത്. ഓരോ ചെമ്പൊക്കെ നമ്മൾ ഏകദേശം 800 ഗ്രാം മീറ്റ് മസാലകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചെമ്പൊക്കെ കണക്കാക്കിയിട്ട് മീറ്റ് മസാല ഒക്കെ ഇട്ട് ശേഷം പിന്നെ നമ്മളതിലേക്ക് നമ്മളിവിടെ ഒരു ചെമ്പിൽ ഇടുന്ന അളവ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. മൊത്തം 5 ചെമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചെമ്പും നമുക്ക് കാണിക്കണില്ല. അതുപോലെ തന്നെ പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ ചെമ്പിലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ തക്കാളി വെട്ടിയത് ഇട്ട് കൊടുക്കുക. തക്കാളി വെട്ടിയതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാല, നമ്മൾ ഏലക്കായും പട്ടയും പൂവാണ്, അതൊക്കെ കൂടി ഒരുമിച്ച് പൊടിച്ചതായിരുന്നു. അപ്പോൾ പൊടിച്ചത് നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അത് ഓരോ ചെമ്പൊക്കെ അതിനെ കണക്കാക്കിയിട്ട് ഇടലാണ് ഓരോ സമയത്ത്. പിന്നെ നമ്മൾ ഇറച്ചീൻ്റെ ബാക്കി ഇറച്ചി വന്നപ്പോൾ ബാക്കി ഇറച്ചി ഇട്ട്, പിന്നെ തക്കാളി ഇട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഗരം മസാലയും ഓരോ ചെമ്പൊക്കെ കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് വേണ്ട വെള്ളം, കുറച്ച് വെള്ളം കൂടി കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാ ചെമ്പും ഒരേപോലെയൊക്കെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ശേഷം ലാസ്റ്റ് നമ്മളതിൻ്റെ മേലെ ഗരം മസാലയും കൂടി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ തീ കൊടുക്കുകയാണ്. 5 ചെമ്പിന് ഒരുമിച്ചിട്ട് നമ്മൾ തീ കൊടുത്ത്. അപ്പോൾ എല്ലാ ചെമ്പും ഒരേപോലെ കത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അതേപോലെ എല്ലാ ചെമ്പും നല്ല കത്തി, നല്ല തിളമൊക്കെ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളത് ഇളക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു വിധമൊക്കെ നല്ല കത്തി, നല്ല സൈഡൊക്കെ നല്ല കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പള്ളീൻ്റെ പറമ്പിലായതുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ചില ഭാഗത്ത് നല്ല കാറ്റുണ്ടായതുകൊണ്ട് ചില ഭാഗത്ത് കത്താത്ത പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേപോലെ എല്ലാം കത്തിയിട്ട്, അപ്പോൾ ചില ചെമ്പുകൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചെമ്പ് തിളച്ച ചെമ്പുകളൊക്കെ, നല്ല തിള വന്ന ചെമ്പുകളൊക്കെ ഒരു തലക്ക് നല്ല ഇളക്കി മിക്സ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ഓരോ ചേർത്തിട്ട് ഒന്നുകൂടി നല്ല ചേർത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ശേഷം വീണ്ടും നമ്മളൊന്നും കൂടി മൂടി വെക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ചെമ്പക്കും കണക്കാക്കിയിട്ട് ഏകദേശം ഒരു 5 കിലോ മല്ലിപ്പൊടി ഒരു ചെമ്പക്ക് കണക്കാക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അടിയത്തെ തീയൊക്കെ ഒന്ന് വലിച്ച് ലാസ്റ്റ് നമ്മളൊരു 90% വേവായി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് തീയൊക്കെ വലിച്ച് ഇട്ട് നമ്മളെ ഏകദേശം ഇറച്ചിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരു നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് അത് നല്ല ഇളക്കിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇനി അത് പാക്ക് ചെയ്യുന്ന പരിപാടിക്ക് നോക്കണം. ഇത് മൊത്തം പാക്ക് ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു 1000-ൻ്റെ അടുത്ത് പാക്കറ്റ് ആക്കാനുള്ള. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനുള്ളൊരു ഉച്ചൻ്റെ ശേഷം നമുക്ക് പാക്ക് ചെയ്യാനുള്ളൊരു സമയമൊക്കെ ആയപ്പോൾ എല്ലാവരും വന്ന് പാക്ക് ചെയ്യാനുള്ളതൊക്കെ അപ്പോൾ ഇളക്കിയിട്ട് കൊടുത്തു. അപ്പോൾ കറിയൊക്കെ റെഡിയായി പാക്ക് ചെയ്യാൻ നമ്മൾ ഉസ്താദാണ് ഫസ്റ്റ് നമ്മൾ പാക്കിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉസ്താദ് നമ്മളെ കമ്മിറ്റി ഭാരവാഹിക്കൊക്കെ അതിൻ്റെ ഫസ്റ്റത്തെ കീസിലാക്കിയാണ്ട് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ നമ്മൾ മൊത്തം പാക്കിങ് ഏകദേശം ഫുള്ള് പാക്ക് ചെയ്തിട്ടൊക്കെ ഒരു സെറ്റാക്കിയിട്ട് ഒരു പായിൽ കൊണ്ട് നിർത്തി വെച്ച്. ഇവിടെ നമ്മൾ ടോക്കൺ അനുസരിച്ചിട്ട് ആളുകൾ വരുമ്പോൾ ടോക്കൺ അനുസരിച്ച് വിതരണം ചെയ്യൽ. അപ്പോൾ ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് അപ്പോൾ അസർ നിസ്കാരത്തിൻ്റെ ശേഷം ആളുകളൊക്കെ വന്ന് ടോക്കണൊക്കെ വാങ്ങി ഓരോരുത്തർക്ക് അങ്ങനെ കൈമാറി. അപ്പോൾ ഇന്നത്തെ പിന്നെ
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ അൽബൈ കിച്ചൺ എന്നുള്ള ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.